എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വരട്ടെ നമ്മൾ ഇപ്പോൾ റൈഡ് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. അതായത് 3 സീൻ സാധനങ്ങളാണ് നിങ്ങളെന്ന് ഞാൻ കാണിക്കാൻ പോണവാ. അതായത് ആദ്യത്തെന്ന് പറഞ്ഞാൽ ഒരു EXC ആണ് കേട്ടോ, 2 സ്ട്രോക്കാണ്. ഇപ്പോഴത്തുള്ള ഒരു EXC 4 സ്ട്രോക്കാണ്. അപ്പോൾ ഇത് 250 ആണോ 350 ആണോ അറിയാൻ പറ്റില്ല. പക്ഷേ EXC F ആണെന്ന് മാത്രം എനിക്കറിയാം കേട്ടോ. വെറുതെ ട്രെയിലൊക്കെ ഉണ്ടല്ലോ അക്രമം ഒരുക്കോട്ടെ. ഇത് ഇതിൻ്റെ ഫ്രണ്ട് ടയർ താഴെ മുത്താൻ ഇത്തിരി പണിയാണ്. ഞാൻ കുറച്ചാളും ഓടിച്ചിട്ടുള്ളതാണ്. ഓരോ ട്വിസ്റ്റിലും ഇല്ലേ ഫ്രണ്ട് വീല് പൊങ്ങി മാത്രമേ ഞാൻ ഈ വണ്ടി കണ്ടുള്ളൂ. അപ്പം നമ്മൾ സംസാരിക്കാൻ പോണത് ഈ നമ്മുടെ പുലിക്കുട്ടിനാണ്. ഡക്കാർ റാലി ഇൻസ്പയർഡ് 690 എൻഡ്യൂറോണ് KTM നമ്മുടെ തിരിക്കുന്നത്. നമ്മൾ സാധാരണ 690 കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് സിംഗിൾ സിലിണ്ടർ 75 bhp വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാരകമായിട്ടുള്ളത്, അല്ലെങ്കിൽ ലോകത്തെ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു, അതായത് എനിട്ടിന്ന് വീലൊക്കെ ട്വിസ്റ്റ് ചെയ്ത് അതായത് എവിടെ വേണമെങ്കിലും, മനസ്സിലായി ഞാൻ പറയണല്ലോ കേട്ടോ കാര്യം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുക. ഫ്രണ്ടിൽ നിന്ന് കാണിച്ചടാ, ഹെഡ് നോക്കി. നമ്മ TV മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഡക്കാർ റാലിക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ, ഹോണ്ടക്ക് ഇതേപോലത്തെ വണ്ടിയുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ടിലത്തെ. അപ്പോൾ 690 ആണ്, അറിയാലോ 4 സ്ട്രോക്കാണ്. ഇവിടെ ലോക്കലിൻ്റെ വണ്ടിയാണ്. ഈ സാധനം കാണിച്ചടാ, അതായത് 2 ടാങ്കാണ് വന്നേക്കുന്നത്. ഇതേപോലത്തെ ഡക്കാർ റാലിക്കൊക്കെ വണ്ടിക്ക് 2 ടാങ്കാണ് വന്നത്. ഒരെണ്ണം ഇവിടെയും വരും, ഒരെണ്ണം ഇവിടെയും വരും. അത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വേണ്ട. പക്ഷേ എനിക്ക് അറിയാൻ പല ഈ പൈപ്പ് എന്തിനാണ് വന്നേക്കുന്നത്. അതായത് 2 പൈപ്പ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ വെച്ച് കട്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്താണ് പോകണില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫ്യൂവല് പുറത്തേക്ക് ഇവാപ്പറേറ്റ് ആയിട്ട് പോകുമല്ലോ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണുണ്ട്. പിന്നെ മീറ്റർ ഇതേപോലെ ഇരിക്കും, പണ്ടത്തെ അനലോഗ് ഡിജിറ്റൽ മീറ്ററൊക്കെ ഉണ്ട്, സെറ്റാണ്. വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. അതായത് കാട്ടിലേക്ക് പോകണമല്ലോ, ഇവർക്ക് കാണാൻ വേണ്ടി പറ്റില്ല. GPS ഒക്കെ ഉറപ്പായിട്ട് ഉണ്ടാവും ഇവിടെ. അപ്പോൾ മേഡ് സാധനമാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കാൻ നമ്മുടെ നാട്ടിലെ ടെറൈനിലൊക്കെ ഉണ്ടല്ലോ, ലഡാക്ക് റെഡി വണ്ടി വേണ്ട കാര്യം പറയാല, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുക, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതേപോലത്തെ വണ്ടിയൊക്കെ പിന്നെയും KTMൻ്റെ അല്ല വേറെ വണ്ടികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എല്ലാം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കണുണ്ട്. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ പറ്റൂ. ബൈ ബൈ.